ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ? എല്ലാവരും മഴയുണ്ടോ? സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരെയും ടീ ടോക്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജുവൽ മാത്യു. ഞാൻ പ്രൊഫഷണലി ഒരു അധ്യാപികയാണ്, ഒരു കരിയർ ഗൈഡൻസ് കൗൺസിലർ കൂടിയാണ്. ഇന്ന് ടീ ടോക്സിന്റെ 17ാമത്തെ സെഷനാണ്, പ്രീ വെബിനാറാണ്. ഇത് ഒരു ട്രാൻസ്പെയർ ഗ്രൂപ്പിന്റെ സെഷൻസ് ആണ് ടീ ടോക്സ്. ട്രാൻസ്പെയർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു 15 പേരുടെ ഒരു കൂട്ടായ്മയാണ് ട്രാൻസ്പെയർ ഗ്രൂപ്പ്. മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക, സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ട്രാൻസ്പെയർ. നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ കാലത്തൊക്കെ നടക്കാൻ പോകുമ്പോൾ, ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ നടക്കാൻ അല്ലെങ്കിൽ പോകുമ്പോൾ ആളുകളുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഫോണും ഇയർഫോണൊക്കെ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് നടക്കാൻ പോകുന്നത്. ആരും ആരെയും ശ്രദ്ധിക്കുന്നതില്ല. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് പുഞ്ചിരിയാണെന്ന് പറയും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ആഭരണമായിട്ടും നമുക്ക് പുഞ്ചിരിയെ കണക്കാക്കാം. വില കൊടുത്ത് ഒരിക്കലും വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് പുഞ്ചിരി. നമുക്ക് മറ്റുള്ളവരോട് നമ്മളൊരു വാക്ക് പറയുന്നതിനേക്കാൾ ഒരു പുഞ്ചിരിക്കുകയെന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് വളരെ ആശ്വാസം പകരുന്നതായിട്ട് നമുക്ക് തോന്നും. അതേപോലെ തന്നെ ബന്ധങ്ങൾ ദൃഢമാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പുഞ്ചിരി. അപ്പൊ ഇന്ന് പുഞ്ചിരിയെ കുറിച്ച് ഏറ്റവും മനോഹരമായി നമുക്ക് സെഷൻ എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജലക്ഷ്മി മാം ആണ്. രാജലക്ഷ്മി മാം ഒരു ഫാർമസിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. രാജലക്ഷ്മി മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് എ സ്മൈൽ, അതായത് ചിരിയുടെ മനഃശാസ്ത്രം. അപ്പൊ നമുക്ക് രാജലക്ഷ്മി മാമിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ സെക്ഷൻ എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്കിന്ന് സെക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട്, അപ്പൊ എന്തായാലും നമ്മൾ ചിരിയുടെ മനഃശാസ്ത്രമാണല്ലോ എടുക്കുന്നത്. അപ്പൊ ചാറ്റ് ബോക്സിൽ നമ്മൾ പരസ്പരം നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പൊ വെൽക്കം ഓൾ എന്ന് എഴുതിയിട്ട് ചിരിയുടെ പല ഇമോജീസ് ഉണ്ടല്ലോ, അട്ടഹസിക്കുന്നതും ചെറിയ പുഞ്ചിരിയും അല്ലാതെ ഉണ്ടല്ലോ. അപ്പൊ ചാറ്റ് ബോക്സിൽ നമുക്ക് എല്ലാവരെയും പരസ്പരം ഒന്ന് വെൽക്കം ചെയ്യാം. വെൽക്കം ഓൾ എന്ന് പറഞ്ഞ് നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇമോജീസ് നമുക്ക് കൊടുക്കാം. എല്ലാവരും വെൽക്കം ചെയ്ത് കഴിഞ്ഞോ? നമുക്ക് ചിരിക്കാന്നേ, ചിരിച്ച് നമുക്ക് ആയുസ് കൂട്ടാമല്ലോ. അപ്പൊ എല്ലാവരും ഈ സെഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതിന്റെ അവസാനം നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ രാജലക്ഷ്മി മാമിനെ ഈ സെഷൻ എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. മാം പ്ലീസ്. മാം മ്യൂട്ടാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ജ്വൽ മാം എന്നെ പരിചയപ്പെടുത്തി. താങ്ക് യു ജ്വൽ മാം. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ആക്ടിവിറ്റി ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? പറ്റാവുന്ന എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരുമോ? ഓക്കെ. നമുക്ക് മനസ്സിലെ മറ്റെല്ലാ ചിന്തകളൊക്കെ മറന്ന് നമുക്കൊരു 10 സെക്കൻഡ് നേരം ഒന്ന് പുഞ്ചിരിച്ചിരുന്നാലോ?
ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, എല്ലാവർക്കും എന്താ ഫീൽ ചെയ്തത്? ഒന്ന് പറയോ ആരെങ്കിലും? ഒരു റിലാക്സേഷൻ പോലെ ഫീൽ ചെയ്തു. ഓക്കെ, മനസ്സിൽ ഭയങ്കര ഒരു ആ ഹാപ്പി ഫീൽ ചെയ്തു മാം പറയുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിലൊരു സന്തോഷം എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? യെസ് ക്ലിയർ മാം, ആവുന്നില്ലേ പറയുന്നത്? കേൾക്കാം കേൾക്കാം. ഓ ശരി. എല്ലാവർക്കും ചെറിയ രീതിയിലൊരു സന്തോഷം ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇത്രയും ചിരിച്ച ഫേസസ് കണ്ടപ്പോൾ ഒരു സന്തോഷം കൂടി ഉണ്ട് മാം. താങ്ക് യു ആൾ. താങ്ക് യു മാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ചിരിയുടെ മനഃശാസ്ത്രം. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. പ്രശസ്തയായ പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ പറഞ്ഞ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, സമാധാനം ആരംഭിക്കുന്നത് പുഞ്ചിരിയിൽ നിന്നാണ് എന്ന്. ചിരി നമുക്ക് കിട്ടിയ വലിയൊരു വരദാനമാണ്. നമ്മള് ഒരാളുടെ ഏറ്റവും മനോഹരമായ ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? പുഞ്ചിരിയായിരിക്കും. അത് മറ്റൊന്ന്. അതെ, താങ്ക് യു മാം. ഒരാളുടെ മനോഹരമായ ഏറ്റവും മനോഹരമായ ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നും തന്നെയല്ല, പുഞ്ചിരിയാണ്. നമ്മുടെ കയ്യിലുള്ള വളരെ സിമ്പിൾ ആയതും വളരെ പവർഫുള്ളുമായിട്ടുള്ള ഒരു ടൂള് കൂടിയാണ് സ്മൈൽ. ആ ജാവ ഇസ് സിമ്പിൾ ആൻഡ് പവർഫുൾ നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ആ സിമ്പിളും അതുപോലെ പവർഫുള്ളുമായിട്ടുള്ള ടൂള് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാല് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പോസിറ്റിവിറ്റി കൊണ്ടുവരാനും സന്തോഷം കൊണ്ടുവരാനൊക്കെ സാധിക്കും. ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്, നിരവധി ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. ഇവരിലൊക്കെ ഒരു പുഞ്ചിരിയുടെ അല്ലെങ്കിൽ ഒരു ചിരിയുടെ ഇമ്പാക്ട് വളരെ വലുതാണ്. ചിരി ഒരു സാർവത്രിക ഭാഷ കൂടിയാണ്. അതിന് ജാതിയെന്നോ മതമെന്നോ അതിർവരമ്പെന്നോ ഒന്നുമില്ല. സ്മൈൽ ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ചിരി എന്ന് പറയുന്നത് ഒരു ചുണ്ടുകളുടെ ചലനം മാത്രമല്ല. ചിരിയെ നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം, സ്നേഹം ഇതൊക്കെ ഉണ്ടാവുമ്പോ നമ്മുടെ ചുണ്ടുകൾ ഇരുവശത്തേക്കും വിടർത്തി നമ്മൾ മുഖത്തുണ്ടാക്കുന്ന ഒരു മാം മ്യൂട്ടായി. മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തോട്ടോ. ചിരി എന്ന് പറയുന്നത് ചുണ്ടുകളുടെ ചലനം മാത്രമല്ല. അതിന്റെ ഡെഫിനിഷൻ കേട്ടോ? ഇല്ല മാം. ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയുമ്പോ ചിരി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, സ്നേഹവും ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു ഭാവം. നമ്മുടെ സ്നേഹം, ആനന്ദം, അതുപോലെ വികാരങ്ങൾ എന്ന് പറയാം. എന്താ മാം? അല്ല, സ്നേഹം, സങ്കടം, സന്തോഷം എന്ന് പറയുന്നതിന് പകരം വികാരങ്ങൾ എന്ന് പറഞ്ഞുകൂടെ? ഓക്കെ, വികാരങ്ങൾ. ഓക്കെ, താങ്ക് യു മാം. നമ്മുടെ വികാരങ്ങള് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷെ ചിരിക്കുമ്പോ നമ്മള് ഒരു കൂടുതൽ നമ്മള് സന്തോഷം, സ്നേഹം അതൊക്കെയല്ലേ പറയാം. അതിൽ സങ്കടം വരുന്നില്ലല്ലോ. അത് സങ്കടപ്പെട്ടിട്ടുള്ള ചിരി വേറെയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ചിരിക്കുന്നതെങ്കിലും ചില സന്ദർഭങ്ങളില് നമുക്ക് ഉള്ളിൽ കരച്ചിലാണെങ്കിലും ചിരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അവസ്ഥ വരാറുണ്ട്. ഓക്കെ, താങ്ക് യു മാം. അപ്പോ നമ്മള് അവികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചുണ്ടുകൾ വിടർത്തി മുഖത്തുണ്ടാക്കുന്ന ഒരു ഭാവമാണ് ചിരി എന്ന് പറയുന്നത്. പിന്നെ പഠനങ്ങൾ പറയുന്നത്
ലോകത്ത് 19 തരം ചിരികളുണ്ടെന്നാണ്. അതിൽ 6 മാത്രമേ സന്തോഷത്തിൻ്റെതായിട്ടുള്ളൂ. ബാക്കി 13 മറ്റുള്ള അവസരങ്ങളിലെ മറ്റുള്ള ഇമോഷൻസിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ പഠനങ്ങൾ പറയുന്നത് നമ്മള് ഒരു കുട്ടി ജനിച്ചാല് ആദ്യമായി പഠിക്കുന്ന ഭാഷ ചിരിയുടേതാണ്. ഒരു ശിശു ദിവസത്തിൽ 400 പ്രാവശ്യം ചിരിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ ഒരു മുതിർന്ന വ്യക്തി ദിവസത്തിൽ 20 പ്രാവശ്യമെങ്കിലും ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ചിരിയെ പറ്റിയിട്ട് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. യെസ് മാം. അടുത്തതായി നമുക്ക് ടൈപ്സ് ഓഫ് സ്മൈൽസ് നോക്കാം. കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? യെസ് മാം, വിസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. 19-ാം നൂറ്റാണ്ടിലെ ഗില്ലും ഡുഷൈൻ എന്ന ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റ് ആണ് ചിരിയെ പറ്റി ആദ്യമായി ഗവേഷണം നടത്തിയത്. ഗില്ലും ഡുഷൈൻ. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ ആ ചിരി, ആത്മാർത്ഥമായ ചിരി, അതിനെ അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. ഡുഷൈൻ സ്മൈൽ, ആത്മാർത്ഥമായിട്ട് ചിരി. ഈ ചിരിയില് നമ്മുടെ ചുണ്ടുകളുടെ ചലനം മാത്രമല്ല, അതിൽ കണ്ണുകളും കൂടിയും ചിരിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ചിലര് ചിരിക്കുമ്പോ അവരുടെ കണ്ണുകളിലാണ് ആ ചിരി കാണുന്നത്. അങ്ങനെ കേട്ടിട്ടില്ലേ? യെസ് മാം. മാം മ്യൂട്ടായി പോയിട്ടുണ്ട്. അവരുടെ കണ്ണുകളിലാണ് ആ ചിരി എന്ന് പറയുന്നത്. ഇതാണ് ഡുഷൈൻ സ്മൈൽ. അതിന് ആത്മാർത്ഥമായ ചിരി. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ. ഒരു കുട്ടി അമ്മ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മയെ കണ്ട് ആ കുട്ടിയുടെ മുഖത്ത് വീഴുന്ന നിഷ്കളങ്കമായ ചിരി. അതുപോലെ പ്രവാസികള് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എയർപോർട്ടില് അവരെ കാത്തു നിൽക്കുമ്പോ അവരുടെ വീട്ടുകാരുടെ മുഖത്ത് വരുന്ന ചിരി. അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ലഭിക്കുമ്പോ നമ്മുടെ മുഖത്ത് വിരിയുന്ന ചിരി. പഴയൊരു സുഹൃത്തിനെ, നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോ നമ്മുടെ മുഖത്ത് വിരിയുന്ന ചിരി. ഇതൊക്കെ ആത്മാർത്ഥമായ ചിരി, ഡുഷൈൻ സ്മൈലിന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ മറുവശം കൂടിയുണ്ട്, നോൺ ഡുഷൈൻ സ്മൈൽ അഥവാ പാൻ ആം സ്മൈൽ അഥവാ ഫേക്ക് സ്മൈൽ. ഇവിടെ ചുണ്ടുകളുടെ ചലനം മാത്രമേ ഉള്ളൂ, കണ്ണുകളില് ആ സന്തോഷം പ്രകടമാകുന്നില്ല. നോൺ ഡുഷൈൻ സ്മൈലിന്റെ എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളെ മരണ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ സിറ്റുവേഷന് നമുക്ക് പരിചയപ്പെട്ട ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ അത് ചിരിക്കുക, ജസ്റ്റ് ചുണ്ട് മാത്രമായിരിക്കും, ഒരിക്കലും പല്ല് പോലും കാണത്തില്ല. അതെ, അതും വളരെ മൂവ്മെന്റ് കുറഞ്ഞ രീതിയിലായിരിക്കും. അതൊരു എക്സാമ്പിൾ ആക്കാം. വളരെ കറക്റ്റ് ആണ്. താങ്ക് യു മാം. നോൺ ഡുഷൈൻ സ്മൈലിൽ എന്താ വെച്ചാല്, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതൊരു മര്യാദയുടെ പുറത്തോ, ഇപ്പൊ മാം പറഞ്ഞ മാതിരി ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ നമ്മള് ഒരു ചിരിച്ചു എന്ന് വരുത്തണ ഒരു ഭാവം അല്ലെ, അവരെ കണ്ട ജസ്റ്റ് ഒന്ന് ചിരിച്ചു എന്ന ഭാവം, അത് ഒരു കടമ നിർവഹിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഔപചാരികതയുടെ പുറത്തോ അല്ലെങ്കിൽ മര്യാദയുടെ പുറത്തോ ചെയ്യുന്ന ഒരു ചിരിയാണത്. അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അതൊക്കെ വേറെ എക്സാമ്പിള്, ഇപ്പൊ കസ്റ്റമർ കെയറിലെ സ്റ്റാഫുകള്, വിമാനത്തിലെ എയർ ഹോസ്റ്റസ്, പിന്നെ ബാങ്കിലെ ജോലിക്കാര്, ഇവരൊക്കെ. പക്ഷെ അതിന്റെ മറുവശം കൂടി ഉണ്ട്, അവര് ആത്മാർത്ഥതയോടെ അല്ല ചിരിക്കണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അവര് പുഞ്ചിരിയോട് കൂടി കസ്റ്റമേഴ്സിനോട് ഇടപെടുക എന്നുള്ളത്.
ഓക്കെ, പ്രധാനമായും ഈ 2 ചിരികളാണ്. അത് കൂടാതെ ബേസ്ഡ് ഓൺ ഇമോഷൻസ് പലതരത്തിലുള്ള പോസിറ്റീവ് സ്മൈൽസ് ഉണ്ട്, നെഗറ്റീവ് സ്മൈൽസ് ഉണ്ട്. പോസിറ്റീവ് സ്മൈൽസിൽ വരുന്നതാണ് ജെന്റിൽ സ്മൈൽ, പുഞ്ചിരി, മന്ദഹാസം, അട്ടഹാസം, നാണച്ചിരി, കള്ളച്ചിരി. ഇതൊക്കെ പോസിറ്റീവ് സ്മൈൽസിൽ വരുന്നതാണ്. നെഗറ്റീവ് സ്മൈൽസില് വിഷാദച്ചിരി, പരിഹാസച്ചിരി, അമർഷച്ചിരി, ഇതൊക്കെ നെഗറ്റീവ് സ്മൈലിൽ വരുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ വേണമെങ്കിൽ പറയാം. മണിച്ചിത്രത്താഴ് സിനിമയിലെ നാഗവല്ലിയായിട്ട് ശോഭന മാറുമ്പോ ആ നാഗവല്ലിയുടെ മുഖത്ത് വിരിയുന്ന ചിരി. പിന്നെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി ഫഹദ് ഫാസിലിന്റെ മുഖത്ത് വിരിയുന്ന ചിരി. ഇത് കൂടാതെ 1989 ഒരു ക്ലാസിക് ഹോളിവുഡ് സിനിമയായ സ്റ്റീൽ മംഗോളിയാസിലെ സാലി ഫീൽഡ് അവതരിപ്പിച്ച കഥാപാത്രം, അതിന്റെ പേര് മാഗ്ലിൻ. മാഗ്ലിൻ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. മാഗ്ലിൻ തന്റെ മകളായ ഷെല്ലി മരിച്ചു കഴിഞ്ഞിട്ട് സംസ്കാരം സെമിത്തേരിയിൽ കഴിഞ്ഞിട്ട് ഒരു ഉറക്കെ ചിരിക്കുന്ന ഒരു സെമിത്തേരി രംഗമുണ്ട്. അതും ഒരു ചിരി തന്നെയാണ്. ഇങ്ങനെ നിരവധി ഇമോഷൻസിനനുസരിച്ച് പലതരത്തിലുള്ള ചിരികളുണ്ട്. അടുത്തതായി നമുക്ക് ചിരിയുടെ പിന്നിലെ രസതന്ത്രം, കെമിസ്ട്രി ബിഹൈൻഡ് സ്മൈൽ ഒന്ന് നോക്കാം. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറില് കാണുന്നില്ല എല്ലാവർക്കും? യെസ് മാം. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറില് നിരവധി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറില് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ലിംബിക് സിസ്റ്റം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഡോപ്പമിൻ, എൻഡോർഫിൻ, സെറട്ടോണിൻ. ഈ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഹാപ്പി ഹോർമോൺസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതില് ഡോപ്പമിൻ റിവാർഡ് കെമിക്കലാണ്. ഡോപ്പമിൻ റിലീസ് ആവുമ്പോൾ നമ്മുടെ സന്തോഷവും അതുപോലെ സംതൃപ്തിയും ഒക്കെ പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നു. ഡോപ്പമിൻ റിലീസ് ആയാൽ ദീർഘനേരം നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാൻ, അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മളെ സംതൃപ്തിയുള്ളവരാക്കിയിട്ട് സന്തോഷമുള്ളവരായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്നു. എൻഡോർഫിൻ എന്ന് പറയുന്നത് നാച്ചുറൽ പെയിൻ കില്ലർ ആണ്. നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായ വേദന സംഹാരി എന്ന് പറയാം. അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ വേദനകൾക്ക് ശമനം നൽകുകയും ഒരു ഉന്മേഷം പ്രദാനം ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. അടുത്തതായി സെറട്ടോണിൻ. സെറട്ടോണിൻ ഒരു മൂഡ് സ്റ്റെബിലൈസർ ആണ്. നമ്മുടെ മാനസികാവസ്ഥയെ ശാന്തമായി വെക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് കെമിസ്ട്രി ബിഹൈൻഡ് സ്മൈൽ. അടുത്തതായി ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ്. നമ്മൾ വിചാരിച്ചിരുന്നത്, നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷമാണ് നമ്മുടെ മുഖത്ത് പ്രകടമാകുന്നതെന്നാണ്. അതിൽ ആർക്കെങ്കിലും മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ? മറിച്ച് അഭിപ്രായമുണ്ട്. കാരണം പറയൂ. നമ്മുടെ ഉള്ളില് നല്ല വിഷമമാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ നമ്മളെ കൊണ്ട് ചിരിക്കാൻ കഴിയും. കാരണം അത് മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ചിരിയുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾക്ക് നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെന്നാണ്. മനസ്സിലായോ? നമ്മുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾക്ക് നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെന്നാണ്. അപ്പൊ നമ്മുടെ മുഖത്ത് നമ്മൾ ബോധപൂർവം ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ പേശികള് ചലിക്കുകയും ആ സന്ദേശം തലച്ചോറിലേക്ക് പോവുകയും അങ്ങനെ നമ്മൾ സന്തോഷം ആവാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്ന ആശയം ആദ്യമായി
അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിൻ എന്ന സയന്റിസ്റ്റ് ആണ്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചാൾസ് ഡാർവിൻ ആണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ കൂടുതൽ ഒന്ന് രണ്ട് സയന്റിസ്റ്റും കൂടിയും ചേർന്ന് അത് കൂടുതൽ വിശദീകരിച്ചു. അവരാണ് സിൽവൻ ടോംകിൻസ് ആൻഡ് വില്യം ജെയിംസ്. ഇത് കൂടാതെ 1988 ഈ ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസിന് ഒരു ശാസ്ത്രീയമായ ഒരു തത്വം നൽകിയത്, ശാസ്ത്രീയമായി തെളിയിച്ചത് ഫ്രിറ്റ്സ് സ്ട്രാക്ക് എന്ന സയന്റിസ്റ്റ് ആണ്. ഫ്രിറ്റ്സ് സ്ട്രാക്ക്. അദ്ദേഹം ഒരു പെൻ എക്സ്പെരിമെന്റിലൂടെയാണ് ഇത് തെളിയിച്ചത്. അതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ വിളിച്ചു. അപ്പൊ അവരോട് എന്താ പരീക്ഷിക്കണേന്നൊന്നും പറഞ്ഞില്ല. അവരെ വിളിച്ച് ആക്കി, ഈക്വലായിട്ട് 2 ഗ്രൂപ്പ് ആക്കി. ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. 2 ഗ്രൂപ്പുകാരുടെ ആളുകൾക്കും ഓരോ കോമിക്സ് നൽകി, ഓരോ പേനയും നൽകി. എന്നിട്ട് ഗ്രൂപ്പ് എക്കാരോട് പറഞ്ഞു, പേന പല്ലിന്റെ ഇടയില് കടിച്ചു പിടിച്ച് കോമിക്സ് വായിക്കാൻ പറഞ്ഞു. ഗ്രൂപ്പ് ബിക്കാരോട് പറഞ്ഞു, പേന ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിച്ച് വായിക്കാൻ പറഞ്ഞു. ഒരു സെക്കൻഡ്. ഗ്രൂപ്പ് എക്കാരോട് പല്ലിന്റെ ഇടയില്, മനസ്സിലായോ? ഗ്രൂപ്പ് ബിക്കാരോട് ചുണ്ടുകൾക്കിടയിൽ. ഓക്കെ. അപ്പൊ അവർക്കൊരു നിശ്ചിത സമയം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവര് റിമാർക്സ് രേഖപ്പെടുത്താൻ പറഞ്ഞു. അപ്പൊ ഗ്രൂപ്പ് എക്കാര് പല്ലിന്റെ ഇടയില് വെച്ചിട്ട് പേന പിടിച്ചപ്പോ അവർക്കൊരു ചിരിച്ച ഭാവം വരികയും അപ്പോ തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ പോവുകയും അവര് ആവുകയും ചെയ്തു. അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് ആസ്വദിച്ച് ആ ബുക്സ് വായിച്ചു എന്നാണ് അവര് രേഖപ്പെടുത്തിയത്. എന്നാൽ പേന ചുണ്ടിന്റെ ഇടയിൽ വെച്ച ഗ്രൂപ്പ് ബിക്കാര്, അവർക്ക് ആ ഭാവം വേദനയുടെയും അല്ലെങ്കിൽ നിരാശയുടെയും ഒക്കെ ഭാവമായിട്ട് മാറി. അവർക്ക് നല്ലോണം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചത്. അടുത്തതായിട്ട് നമുക്ക് ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് സ്മൈൽ നോക്കാം. ആദ്യമായിട്ട് മോർ അട്രാക്റ്റീവ്. നമ്മൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആകർഷകമാകുന്നു, അല്ലെ? നമ്മൾ എന്തിനാ മേക്കപ്പ് ചെയ്യുന്നത്? കേൾക്കുന്നില്ലേ? ഹലോ, അട്രാക്റ്റീവ് ആവാൻ. എന്താണ്? കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ. അതെ, കൂടുതൽ അട്രാക്റ്റീവ് ആവാൻ. അപ്പൊ നമ്മള് മേക്കപ്പ് ചെയ്യണേക്കാളിലുപരി നമ്മൾ മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചാല് നമ്മൾ കൂടുതൽ ആകർഷകമാവുകയും നമ്മൾ കൂടുതൽ മറ്റുള്ളവരെ നമ്മളെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുകയും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവിടെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ ബൂസ്റ്റ് ചെയ്യണ ഒന്നാണ് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉയരുകയും അത് നല്ല രീതിയിൽ നമ്മളെ ആകർഷകമാക്കാനും നമ്മുടെ മുഖം കൂടുതൽ മനോഹരമാക്കാനും സാധിക്കും. അപ്പൊ നമുക്ക്
പെട്ടെന്ന് നമ്മളൊരു സ്റ്റേജിൽ കയറി ഒരു സ്വാഗത പ്രസംഗം പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി എന്തെങ്കിലും 2 വാക്ക് പറയാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളില് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ, നമുക്ക് വയറുവേക്ക, ആകപ്പാടെ ടെൻഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നിട്ട് ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം നമ്മൾ ആ പ്രവൃത്തി ചെയ്താലേ നമ്മുടെ ആ സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് നമ്മൾ കൂടുതൽ ഹാപ്പി ആയിട്ട് രൂപപ്പെടുകയും ചെയ്യും. പിന്നെ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ഒരു ചിരി കണ്ട നമ്മുടെ കൂടെയുള്ളവരും ചിരിക്കും, അല്ലെ? എല്ലാവരും കേട്ടിട്ടില്ലേ, ഒരാൾ കോട്ടുവായ ഇടുമ്പോ അത് കണ്ടിട്ട് അപ്പുറത്തിരിക്കുന്ന ആളും കോട്ടുവായ ഇടുന്നത് നമുക്ക് അനുഭവമില്ലേ? ഇല്ലേ? ഇവിടെ അങ്ങനെ അനുഭവം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലമ്മ, എല്ലാവർക്കും അനുഭവമുണ്ട്. അതേപോലെ നമ്മൾ ചിരിക്കുമ്പോ മറ്റുള്ളവരെയും കൂടി അത് ചിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസ് ആണ് അതിന് കാരണം. രണ്ടാമതായിട്ട് കൺട്രോൾഡ് ബ്ലഡ് പ്രഷർ. നമ്മൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ നമ്മുടെ BP ഒക്കെ കൺട്രോളിലാവുകയും അതോടൊപ്പം തന്നെ ഹാർട്ട് റേറ്റ് നോർമൽ ആവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നോർമൽ ആവുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ ചിരി ഹൃദയാരോഗ്യത്തിന് മികച്ചതാണ് എന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് ലെസ് സ്ട്രെസ്, ടെൻഷൻ ആൻഡ് ആൻസൈറ്റി. നമ്മൾ ചിരിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാവുകയും നമ്മൾ സന്തോഷവാന്മാരായിട്ട് ഇരിക്കുകയും ചെയ്യും, ഹാപ്പി ആയിട്ട്. ഈ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുക മാത്രമല്ല, സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് കുറയുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിന് കാരണമായിട്ടുള്ള ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. നമ്മൾ ചിരിക്കുമ്പോൾ കോർട്ടിസോളിന്റെ അളവ് കുറയും. അതുപോലെ നമ്മൾ ഭയം, പേടി ഇതൊക്കെ സമയത്ത് റിലീസ് ആവുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ. നമ്മൾ ചിരിക്കുമ്പോൾ അഡ്രിനാലിൻ നോർമൽ ലെവലിലേക്ക് പോവുകയും നമ്മുടെ നല്ല മാനസികാവസ്ഥ രൂപപ്പെടുകയും ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറച്ച്, ആൻസൈറ്റി ഒക്കെ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് ഗുഡ് മൂഡ്. നമ്മൾ ചിരിക്കുമ്പോൾ നല്ലൊരു മാനസികാവസ്ഥ രൂപപ്പെടാനും, ഓഫീസിലായാലും സുഹൃത്തുക്കളുടെ കൂടെ ആയാലും നമ്മൾ നന്നായിട്ട് ചിരിച്ച് ഇരിക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷം രൂപപ്പെടാൻ സഹായിക്കും. അടുത്തതായിട്ട് സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ ആവുമ്പോൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ രോഗാണുക്കളുടെ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആന്റിബോഡി അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മികച്ച ഇമ്മ്യൂൺ സിസ്റ്റം ആവുകയും ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുമ്പോൾ നമ്മുടെ സന്തോഷം ഉണ്ടാവുകയും സ്ട്രെസ് ഹോർമോൺസ് കുറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും റിലീസ് ആവുകയും അങ്ങനെ ഇത് രണ്ടും ബാലൻസ്ഡ് ആവുമ്പോൾ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ആവും. അപ്പൊ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. അടുത്തതായിട്ട് ഹൈ പ്രൊഡക്ടിവിറ്റി. നമ്മൾ ചിരിക്കുമ്പോൾ മുഖം കൂടുതൽ ആകർഷകവും മനോഹരവുമാകുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും എന്ത് കാര്യങ്ങളിലായാലും പ്രൊഡക്റ്റീവായിട്ട് കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് സ്ട്രോങ് റിലേഷൻഷിപ്സ്. നമ്മൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ നല്ല ബന്ധങ്ങൾ വളർത്താനും നല്ല സൗഹൃദങ്ങൾ രൂപപ്പെടാനും സഹായിക്കും. ലെസ് പെയിൻ. ചിരി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു നാച്ചുറൽ പെയിൻ കില്ലറാണ്. അപ്പൊ എൻഡോർഫിൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് വേദനകൾക്ക് ശമനം കഴിഞ്ഞ വീണ്ടും ആവർത്തിക്കുന്നില്ല, ചിരി നമ്മളെ സഹായിക്കുന്നു, നല്ലൊരു മാനസികാവസ്ഥ പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് പോസിറ്റീവ് മൈൻഡ് സെറ്റ്. നേരത്തെ പറഞ്ഞ മാതിരി ബാലൻസ്ഡ് ഹോർമോൺസിന്റെ അവസ്ഥ കൊണ്ട് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവുകയും നല്ലൊരു സന്തോഷം രൂപപ്പെടുകയും സഹായിക്കും. അടുത്തതായിട്ട് ലോങ്ങർ ലൈഫ്. സ്മൈൽ ടു ഗോ മൈൽസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ചിരി ആയുസ് വർദ്ധിക്കും. നമ്മൾ ഈ നല്ല ഹൃദയത്തിന്റെ ആരോഗ്യം പറഞ്ഞു,
അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹോർമോൺ ബാലൻസ് കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂടും, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മികച്ച ആരോഗ്യ അവസ്ഥ കൊണ്ട് നമ്മുടെ യൗവനം കൂടുതലായിട്ട് നിലനിൽക്കുകയും അങ്ങനെ നമ്മുടെ ആയുസ് വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിരി നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് സ്മൈൽ. ഇനി ഒരു ബുദ്ധന്റെ ഒരു കഥയുണ്ട്. ഒരിക്കല് ബുദ്ധന്റെ ഉപദേശങ്ങള് ഇഷ്ടപ്പെടാത്ത ഒരാള് അദ്ദേഹത്തെ കുറെ അധികം ആക്ഷേപിച്ചു. കുറെ അധിക്ഷേപ വാക്കുകൾ പ്രയോഗിച്ച് അങ്ങനെ ബുദ്ധനെ തരം താഴ്ത്തുകയും കുറെ മോശപ്പെട്ട വാക്കുകൾ പറയും ചെയ്തു. ഇതിനൊന്നും പ്രതികരിക്കാതെ ബുദ്ധൻ പുഞ്ചിരിയോടുകൂടി നിന്നു. അപ്പോ അദ്ദേഹം ഈ അധിക്ഷേപിച്ച ആള് തളർന്നു. തിരിച്ചിങ്ങോട്ട് എതിർത്തില്ലെങ്കിൽ ആളുടെ വായിലെ വെള്ളം വറ്റും എന്നൊക്കെ പറയില്ലേ നമ്മള്, അതുപോലെ ആള് തളർന്നു. എന്നിട്ട് അവസാനം അയാൾ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും ഞാൻ അധിക്ഷേപ വാക്കുകൾ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് താങ്കള് പുഞ്ചിരിയോടുകൂടി നിന്നത് എന്ന് ചോദിച്ചു. അപ്പോ ബുദ്ധൻ അതിന് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരാൾക്കൊരു സമ്മാനം നൽകിയാല് അത് അയാൾ സ്വീകരിച്ചില്ല എങ്കിൽ ആരുടെ കയ്യിലായിരിക്കും ആ സമ്മാനം ഇരിക്കുക? ആരുടെ കയ്യിലായിരിക്കും? നൽകിയ ആളുടെ കയ്യിൽ. ഓക്കെ, താങ്ക് യു. കാരണം പറയൂ. സമ്മാനം കൊടുത്ത ആളുടെ കയ്യിൽ. സമ്മാനം ആരാണോ നൽകിയേ അതെ. അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും ആ സമ്മാനം ഇരിക്കുക. അതുപോലെ താങ്കൾ നൽകിയ അധിക്ഷേപങ്ങളൊന്നും ഞാൻ സ്വീകരിച്ചില്ല, അത് താങ്കളുടെ തന്നെ കയ്യിൽ ഇപ്പോഴും ഭദ്രാണ് എന്ന് പറഞ്ഞു. അപ്പൊ മറ്റൊരാളുടെ നെഗറ്റീവ് വാക്കുകൾ സ്വീകരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ചിരി നമ്മുടെ ആന്തരിക സമാധാനത്തിന് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഹൗ ടു ഇംപ്രൂവ് സ്മൈൽ നോക്കാം. നമ്മുടെ ഒരു പുഞ്ചിരി മറ്റുള്ളവരെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ചിലപ്പോ ഒരു പുഞ്ചിരി മതിയാവും തളർന്നിരിക്കുന്ന ഒരാൾക്ക് ആശ്വാസം വേണം. ഓക്കെ, ഇനി നമ്മള് പുഞ്ചിരിക്കാത്ത ആളാണെങ്കിൽ, ഇപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞങ്ങളുടെ വീട്ടില് പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഏട്ടനുണ്ട്, ബാബു എന്ന് അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. അപ്പൊ ബാബു ഏട്ടൻ ആളുടെ മുഖത്ത് നോക്കി നമ്മൾ ചിരിച്ചാലും ആൾ തിരിച്ചൊരു പ്രതികരണം ഉണ്ടാവില്ല, ഒരു ചിരി പോലും ഉണ്ടാവില്ല മുഖത്ത്. അപ്പൊ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും നമ്മുടെ പരിചയക്കാരൻ എന്ന നിലയ്ക്ക് നമ്മൾ ചിരിക്കും. ഒരു ദിവസം ഞാനും എൻ്റെ മോനും കൂടിയിട്ട് വണ്ടിയിൽ വരുമ്പോ അദ്ദേഹത്തെ തൊട്ടടുത്ത് വെച്ച് കണ്ടു. അപ്പൊ ഞാൻ ചിരിച്ചു. അദ്ദേഹം ചിരിച്ചില്ല, സാധാരണ പറഞ്ഞു. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, എൻ്റെ ഒരു ചിരി മിസ്സായി, വെറുതെ ആയി എന്ന് പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞു, അമ്മയ്ക്ക് ഇത് ആദ്യത്തെ അനുഭവം ഉണ്ടോ എൻ്റെ എത്ര ചിരിയാ മിസ്സായെന്ന്. അപ്പൊ ചിലര് എന്താണെങ്കിലും ചിലപ്പോ പുഞ്ചിരിക്കില്ല. ചിലപ്പോ നമ്മളോട് വിരോധം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നും ആവില്ല, ആളുടെ സ്ഥായിയായ ഭാവം അതായിരിക്കാം. പക്ഷെ നമ്മളിപ്പോ പഠിച്ചു പുഞ്ചിരി കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന്, അല്ലെ? അപ്പൊ നമുക്ക് ചിരി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഫൈൻഡ് യുവർ ഹാപ്പി പ്ലേസ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥലം കണ്ടെത്തുക, അവിടെ കുറച്ച് സമയം ചെലവഴിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ചിലർക്ക് കടൽ കാണാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാർക്കായിരിക്കും ഇഷ്ടം, ചിലർക്ക് വനങ്ങളിലെ ഈ എന്താ പറയാ പച്ചപ്പ് ഹരിതാഭ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കാണുന്നതായിരിക്കും ഇഷ്ടം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിരി വരികയും നമ്മുടെ ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട്, ചെറിഷ്ഡ് യുവർ ലവ്ഡ് വൺസ്. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊത്ത് വളരെ ഇഷ്ടമുള്ള
ആളുകളോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ അതൊരു വൈബ്രേഷൻ ഉണ്ടാവുകയും നമ്മൾ ചിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് വിഷ്വലൈസ് യുവർ ലൈഫ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്നും നമ്മൾ കാര്യങ്ങളെ സമചിത്തതയോടുകൂടി പോസിറ്റീവായിട്ട് മാത്രം കാണുള്ളൂ എന്നും നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. നമ്മുടെ സെൽഫ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, ഇഗ്നൈറ്റ് ചെയ്യുക. അതൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും ചിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ലിസൺ ടു വൺ ഓഫ് യുവർ ഫേവറേറ്റ് സോങ്സ്. മ്യൂസിക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സോങ്സ് ദിവസവും കുറച്ച് സമയം കേൾക്കാൻ കണ്ടെത്തുക. അപ്പോ മ്യൂസിക്സ് പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ചിരിക്കാനും ഒക്കെ സഹായിക്കും. അടുത്തതായിട്ട് തിങ്ക് അബൌട്ട് സംവൺ ഹു പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളെ കാണുക, അദ്ദേഹത്തോടൊത്ത് സമയം ചെലവഴിക്കുക. ഇതൊക്കെ ആവുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും അത് ചിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ഫേസ് ആൻഡ് മൗത്ത് എക്സസൈസസ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ രക്തയോട്ടം കൂടുകയും നമ്മൾ ആകർഷകമായി ചിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതിലെ 2 എക്സസൈസ് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്താലോ? എല്ലാവരും റെഡിയാണോ? യെസ്. ഓക്കെ. ആദ്യത്തെ എക്സസൈസ്, ഒന്നാമത്തെ വൈഡ് സ്മൈൽ ഹോൾഡ്. അതിലെന്താ വെച്ചാല് നമ്മൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചിട്ട് കഴിയുന്നത്ര രീതിയിൽ പുഞ്ചിരിക്കുക. ഒരു 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, പിന്നെ സാധാരണ പോലെ ആവുക. അങ്ങനെ ഒരു 5 മുതൽ 10 തവണ വരെ ചെയ്യാം. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. യെസ് മാം. യെസ്. ഓക്കെ. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഓ എക്സസൈസ് ആണ്. അത് നമ്മൾ വായ തുറന്ന് ചുണ്ടുകൾ കൊണ്ട് ഓ ആകൃതി ഉണ്ടാക്കുക. ഞാനൊന്ന് കാണിച്ചു തരാം. ഓ ആകൃതി ഉണ്ടാക്കിയതിന് ശേഷം ഒരു 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചുണ്ടുകൾ വിടർത്തി വലുതായി പുഞ്ചിരിക്കുക. പുഞ്ചിരിച്ചിട്ട് നമ്മൾ വിശാലമായിട്ട് ആ എന്ന് പറയാം. ഞാനൊന്ന് കാണിച്ചു തരാം. മനസ്സിലായോ? നമുക്കൊന്ന് Yes, ചെയ്തു ma'am. നോക്കാം. ചെയ്തു നോക്കാം. യെസ്. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ. എല്ലാവരും ഓക്കെ അല്ലേ? ആ. യെസ്. താങ്ക് യു ഓൾ. നമ്മളിങ്ങനെ മൗത്ത് ആൻഡ് ഫേസ് എക്സസൈസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ മുഖത്തിന്റെ രക്തോട്ടം കൂടുകയും കൂടുതൽ മനോഹരമായിട്ട് ആകർഷകമായിട്ടുള്ള പുഞ്ചിരി ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും. ഇനി മറ്റൊന്നും കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യണേക്കാട്ടിലും മുമ്പ് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. വേൾഡ് സ്മൈൽ ഡേ, ലോക പുഞ്ചിരി ദിനം. എല്ലാ വർഷവും നമ്മൾ ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ലോക പുഞ്ചിരി ദിനം ആചരിക്കുന്നത്. ഈ 2026 അത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിന്റെ അന്ന് തന്നെയാണ്
വേൾഡ് സ്മൈൽ ഡേ നമ്മൾ ആചരിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും സ്മൈലി ഫേസ് കണ്ടിട്ടില്ലേ? ഒരു മഞ്ഞ നിറത്തിലെ യെസ് മാം. യെസ്. ആ സ്മൈലി ഫേസ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത് പ്രശസ്ത അമേരിക്കൻ ഗ്രാഫിക് ഡിസൈനറായ ഹാർവി ബോൾ 1963 സ്മൈലി ഫേസ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത് ഹാർവി ബോൾ. അദ്ദേഹം ഇത് ഒരു സ്മൈലി ഫേസിന്റെ വാണിജ്യവൽക്കരണത്തിന് മാത്രമല്ല ഇത് ഡിസൈൻ ചെയ്തത്, ഒരു നല്ലൊരു ഉദ്ദേശം കൂടിയുണ്ട് അതിന്. അതെന്താ വെച്ചാല് ലോകമെമ്പാടുമുള്ള ആളുകള് ഒരു ദിവസമെങ്കിലും പുഞ്ചിരിയും ദയയും പരസ്പരം കൈമാറട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം 1999 മുതലാണ് വേൾഡ് സ്മൈൽ ഡേ സംഘടിപ്പിച്ചത്. 1999 വേൾഡ് സ്മൈൽ ഡേ സംഘടിപ്പിച്ചത്. അതിനുശേഷം ഓരോ വർഷവും ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ ലോക പുഞ്ചിരി ദിനം ആചരിച്ചു വരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ചിരിയെ പറ്റിയിട്ട്. പിന്നെ ഇന്നത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് ചിരി കുറഞ്ഞു വരികയാണ്. നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങള്, സമ്മർദ്ദങ്ങള്, സ്ട്രെസ്സുകള്, അതുപോലെ ഡിജിറ്റൽ ലോകം, ഇതൊക്കെ നമ്മുടെ ചിരി കുറച്ചു കൊണ്ടുവന്നു. ഇപ്പൊ മുൻപൊക്കെ കോൺഫറൻസുകള്, മീറ്റിങ്ങുകള് ഇതൊക്കെ നടക്കുമ്പോൾ ഓഫ്ലൈൻ ആയിരുന്നു. ഇപ്പൊ ഞാനൊക്കെ കോൺഫറൻസ് ഇപ്പോ കുറച്ചു 2-3 കൊല്ലമായിട്ടുള്ളൂ നിർത്തിയത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാക്കിയത്. ഇതിനു മുമ്പൊക്കെ നമ്മൾ അവിടെ പോയിട്ട് എല്ലാവരും പങ്കെടുക്കാം. അപ്പൊ നമ്മൾ പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ സന്തോഷം വർദ്ധിക്കും അങ്ങനെയൊക്കെ. ഇപ്പോ സോഷ്യൽ മീഡിയയുടെ ആധിക്യം കൊണ്ട് നമുക്ക് സമയം കുറഞ്ഞു ചിരിക്കാൻ. അതുപോലെ ചിരിക്കാനുള്ള ഒരു അവസരങ്ങളും കുറഞ്ഞു. എന്നിരുന്നാലും ചിരിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയിട്ട് ശാസ്ത്രജ്ഞര് ലോഫർ ക്ലബ്ബ്, ലോഫർ യോഗ ഇതൊക്കെ കൂടുതലായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതുവരെ പറഞ്ഞത് ചിരിയെ പറ്റിയൊരു ജനറൽ ഐഡിയ പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു, അതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു, പിന്നെ അതിന്റെ കെമിസ്ട്രി പറഞ്ഞു, പിന്നെ എന്തൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേൾഡ് സ്മൈൽ ഡേ പറഞ്ഞു. ഇനി ഇത് കൺക്ലൂഡ് ചെയ്യണേക്കാട്ടിലും മുമ്പ് ചിരി നമുക്ക് ലഭിച്ചൊരു ഔഷധമാണെന്ന് നമുക്കറിയാം അല്ലെ? വളരെ നമുക്ക് ലഭിച്ചൊരു ഔഷധം തന്നെയാണ് ചിരി. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ വളരെയധികം മൂല്യമുള്ളതുമായിട്ടുള്ള ഒരു സമ്മാനവുമാണ് ചിരി. പ്രശസ്ത സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, ഫ്രഞ്ച് സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോ, പാവങ്ങൾ എന്ന നോവൽ എഴുതിയ ആള്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ മുഖത്തുനിന്ന് ശൈത്യകാലം അകറ്റുന്ന സൂര്യനാണ് ചിരി. മനുഷ്യന്റെ മുഖത്തു നിന്ന് ശൈത്യകാലം അകറ്റുന്ന സൂര്യനാണ് ചിരി. അതുകൊണ്ട് കഴിയുന്നത്ര രീതിയിൽ മനസ്സ് തുറന്ന് ചിരിക്കുവെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നതിനോടൊപ്പം എല്ലാവർക്കും മനസ്സ് തുറന്ന് വളരെയധികം ചിരിക്കാൻ സാധിക്കട്ടെ, അങ്ങനെ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കൂടുതൽ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ചിരിയെ കുറിച്ചിട്ട് ഇത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞെന്ന രാജലക്ഷ്മി മാഡത്തിന് 1000 താങ്ക്സ് ആൻഡ് ബിഗ് സല്യൂട്ട്. ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വി.ഡി. സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ചിരി ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായ ഒരു ചിരിയാണ്, ഒരു പൂക്കി സ്റ്റൈൽ ചിരി അല്ലേ?
അപ്പൊ ഞാനൊക്കെ ചിരിക്കാൻ കിട്ടുന്ന ഏത് അവസരങ്ങളും യൂട്ടിലൈസ് ചെയ്യും, പൊട്ടിച്ചിരിക്കും. അപ്പൊ എല്ലാവരും പറയും മാമിനെ കണ്ടാല് നല്ല രസാണ്, പിന്നെ എപ്പോഴും ചിരിച്ചിട്ടാണ്. അത് എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട്. അതെനിക്കൊരു പോസിറ്റീവ് ബെനിഫിറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു മാഡം, താങ്ക് യു, എക്സലന്റ് സെഷൻ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ, ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ നേരം നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റ് ഒരുപാട് ചിരിച്ച പോലെ എനിക്ക് തോന്നി. ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നമുക്ക് ചിരിക്കാനുള്ള അവസരം ഒരുക്കി തന്നു. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്മൈൽ പറഞ്ഞു, സൈക്കോളജി ബിഹൈൻഡ് സ്മൈൽ പറഞ്ഞു, കെമിസ്ട്രി ബിഹൈൻഡ് സ്മൈൽ, അതേപോലെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അങ്ങനെ ഗഹനമായിട്ട് ഒരു സ്മൈലിനെ കുറിച്ച് അവതരിപ്പിച്ച രാജലക്ഷ്മി മാമിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച് രാജലക്ഷ്മി മാം. അടുത്തതായിട്ട് നമുക്ക് എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? റെഡിയാണോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ക്വിസിന്റെ റൂൾ അറിയാലോ അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചാറ്റ് ബോക്സിൽ ആദ്യം 1 എന്ന നമ്പർ ടൈപ്പ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ ചാൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് നമ്പർ 2 എന്ന് ടൈപ്പ് ചെയ്യണം. ചോദിക്കട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? റെഡിയാണല്ലോ? ചിരിയെ പറ്റി ആദ്യമായി ഗവേഷണം നടത്തിയത് ആരാണ്? ചിരിയെ പറ്റി ആദ്യമായി ഗവേഷണം നടത്തിയത് ആരാണ്? പറയൂ മാം. ലീലാമ്മ. മ്യൂട്ടാണ്. ലീലാമ്മ മാം മ്യൂട്ടാണ്. മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. വില്യം ഡുഷാൻ അല്ലേ മാം? വില്യം ഗില്യം ഡിഷൈൻ. ഉം. ഗില്യം ഡിഷൈൻ അല്ലേ? ഓക്കെ, ആ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, താങ്ക് യു മാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മദർ തെരേസയുടെ പുഞ്ചിരിയെ പറ്റിയുള്ള ഒരു കോട്ടോട് കൂടിയാണ് രാജലക്ഷ്മി മാം തുടങ്ങിയത്. ആ കോട്ട് എന്താണെന്ന് അറിയാമോ? കൊട്ടേഷൻ. ഞാൻ പറയട്ടെ? യെസ് മാം. ഞാൻ പറയട്ടെ? സമാധാനം ആഗ്രഹിക്കുന്നത് ചിരിയിൽ നിന്നാണ്. സമാധാനം ആഗ്രഹിക്കുന്നത് ചിരിയിൽ നിന്നാണ് എന്നുള്ള കൊട്ടേഷൻ. ആരംഭിക്കുന്നത് ചിരിയിൽ നിന്നാണ്. ചിരിയിൽ നിന്നാണ്, അതല്ലേ? ഓക്കെ, കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാല്ല. ഇപ്പൊ ലീലാമ്മ മാമിന് 2 പോയിന്റ്സ് ഉണ്ട്. അല്ല, ഒരു മിനിറ്റ്. ഇതിനെ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്തേക്കുന്നത് ഉമ്മു സൽമ മാമാണ്. നമ്മൾ അതെയോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാം. ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ശരീരത്തിലെ നാച്ചുറൽ പെയിൻ കില്ലർ എന്നറിയപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? മാം ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ അറിയാം. ചാറ്റ് ബോക്സിൽ അപ്പൊ എത്ര ഇടണ്ടേ? 3. തേർഡ് ആകുമ്പോ 3 ഇടണ്ടേ? യെസ്. ഓക്കെ, പറഞ്ഞോളൂ മാം. പുഞ്ചിരി.
നമ്മുടെ ശരീരത്തിലെ നാച്ചുറൽ പെയിൻ കില്ലർ എന്നറിയപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? പുഞ്ചിരി അല്ലേ മാം? അല്ല, റോങ് ആൻസർ ആണ് മാം. ന്യൂറോ എങ്കിലും വേറെ അറിയുമോ? കെമിസ്ട്രി ബിഹൈൻഡ് ദ സ്മൈൽ ഓഫ് ഓക്കെ. എൻഡോർഫിൻസ്. ആ, രശ്മി മാമിന്റെ മോൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനാണ് കറക്റ്റ് പറഞ്ഞത്. കറക്റ്റ് ആൻസർ. അപ്പൊ രശ്മി മാമിന്റെ മോന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ അല്ലെ? 4ാമത്തെ ക്വസ്റ്റ്യൻ, ഫേക്ക് സ്മൈലിന്റെ മറ്റൊരു പേര്. ഫേക്ക് സ്മൈലിന്റെ മറ്റൊരു പേര്. മാം ക്വസ്റ്റ്യൻ ക്ലിയർ. ഫേക്ക് സ്മൈലിന്റെ മറ്റൊരു പേര്. നോൺ ദുഷേ. മാം ആൻസർ പറയുന്നതിന് മുമ്പ് ഒന്ന് Chat ചാറ്റ് ബോക്സിൽ box-ല് റെസ്പോണ്ട് ചെയ്യണേ. ആർക്കെങ്കിലും അറിയുമോ? ലീലാൽ മാം 4 ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് ആൻസർ പറഞ്ഞോളൂ. ആള് കേൾക്കുന്നില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്വിസ് മാസ്റ്റർക്ക് പോയിന്റ് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ അല്ലെ? ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തിസിസ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്? മാം പറഞ്ഞോളൂ. ലീലാമ്മ മാം പറഞ്ഞോളൂ. ചാൾസ് ഡാർവിൻ. ആ, കറക്റ്റ് ആൻസർ ആണ്. താങ്ക് യു മാം. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് വിജയായിട്ട് ലീലാമ്മ മാമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ കൺഗ്രാറ്റുലേഷൻ മാം. താങ്ക് യു മാം. കൺഗ്രാറ്റുലേഷൻ ലീലാമ്മ മാം. താങ്ക് യു മാം. ലീല മാം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. താങ്ക് യു മാം. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഭവപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ നല്ല മഴയാണ്. അപ്പൊ നമ്മൾക്ക് പുഞ്ചിരിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം. സ്മൈൽ ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ക്യാൻ ഗിവ് ടു അതേഴ്സ്. കീപ് സ്മൈലിംഗ്, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. നമുക്ക് അടുത്ത വ്യാഴാഴ്ച അടുത്തൊരു ടിക്ടോക്സിന്റെ അടുത്ത സ്പീക്കറായിട്ട് നമുക്ക് കാണാം. Okay, thank you. Thank you all. Good night. Thank you. Good night. Thank you. Thank you. Thank you. Good night. Thank you. Good night. Good night.